ഹസ്ബൻഡും 2 മക്കളും അമ്മയുമാണുള്ളത്. ഞാൻ ആദ്യമേ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു പേപ്പർ ബാഗ് യൂണിറ്റ്, ഹോട്ടല്, അതേപോലെ പ്രസ്, വെൽനസ് സെന്റർ, അങ്ങനെ ഒരു 3-4ഓളം ബിസിനസ്സുകൾ ചെയ്തിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വൈറസ് വന്നിട്ട് എന്താ പറയാ വലിയൊരു വിപത്ത് ഉണ്ടാക്കിയിട്ട് കടന്നുപോയത്. അപ്പോ ആ ഒരു സമയത്ത് ബിസിനസ്സുകളെല്ലാം നിർത്തേണ്ടി വന്നു. വീണ്ടും രണ്ടാമത് ചെറിയ രീതിയിലൊക്കെ തുടങ്ങി വന്നപ്പോഴത്തേനും വീണ്ടും രണ്ടാമത്തെ വട്ടവും ലോക്ക്ഡൌണിലേക്ക് പോയി. അങ്ങനെ അതെല്ലാം പാതി വഴിക്ക് വെച്ചിട്ട് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് കുറച്ചു കാലം അങ്ങനെ പോയി. ഇപ്പൊ വീണ്ടും ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. DTP ഓൺലൈൻ ഇ സേവാ സെന്റർ, അങ്ങനെ ഒരു ഷോപ്പ് ഇപ്പൊ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ച് ചെറിയൊരു രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാന് ഈ ഒരു ബിസിനസ്സിൽ ഞാനിപ്പോ ജോയിൻ ആയിട്ട് ഏകദേശം ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ കാര്യങ്ങൾ അധികം ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഷനിൽ സാറും നിജിലും ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വലിയ രീതിയിൽ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എന്തായാലും നല്ല രീതിയിൽ ഇതിൽ വർക്ക് ചെയ്ത് മുമ്പോട്ടേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ആ ഒരു ബിസിനസ് ഒക്കെ തകർന്നു പോയതിന്റെ ഫലമായിട്ട് കുറെ സാമ്പത്തിക ബാധ്യതകള്, ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റിലൂടെ അത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം. അതാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ആരുടെയും മൈക്ക് ഓൺ ആയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അജിത മാം, എന്റെ വോയിസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആ ഓക്കെ മാഡം, ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. പല സ്ഥലങ്ങളിലും മഴയും ഇടിയും ഒക്കെ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇനിയും കുറച്ചു പേരൊക്കെ ഇതിനകത്ത് ജോയിൻ ആവാനുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ഇന്നത്തെ ഈ ഒരു ബിസിനസ് മില്ല് നമ്മുടെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഗ്രേറ്റ് ലീഡർ ഇവിടെ ഉണ്ട്. ആ ലീഡർ എന്ന് പറയുന്നത് അജിത മാം ആണ്. അജിത മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം മലപ്പുറം ജില്ലയിലെ ചേളാരി എന്ന് പറയുന്ന സ്ഥലത്താണ് മാമിന്റെ വീട്. ഭർത്താവിന് 2 മക്കളുണ്ട്. ഏകദേശം 10 വർഷത്തോളമായിട്ട് മാഡം IFC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് അജിത മാമിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. മാം, പ്ലീസ് വെൽക്കം.